മാധു പലതവണ ചോദിച്ചു എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായമാണോ തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചത് സി പി എമ്മിൻ്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ അനിൽകുമാർ അതിന് നൽകിയ ഉത്തരം അതേ എന്നാണ്. അപ്പോൾ പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് അനിൽകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പാർട്ടി നിലപാടായിട്ട് സി പി എമ്മിൻ്റെ നിലപാടായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ വിവരദോഷിയാണ് എന്നൊരു നിലപാട് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തർക്കമൊന്നുമില്ല, സംശയമൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ ആത്യന്തികമായ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അദ്ദേഹം വലിയ അസ്വസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ തിരുമേനി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മതസാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കൽ എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അനിൽകുമാർ തന്നെ അതിൻ്റെ ഒരു രക്തസാക്ഷിയല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ലേ. മലപ്പുറത്ത് സ്ത്രീകൾ തട്ടം മാറ്റുന്നത് കൊണ്ട് സി പി എം വളരുന്നു എന്ന രീതിയിൽ അനിൽകുമാർ നടത്തിയിട്ടുള്ള പരാമർശം, ആ പരാമർശം പിൻവലിച്ച് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട സാഹചര്യം സി പി എമ്മിനകത്തുണ്ടായില്ലേ? അപ്പോൾ സി പി എം ആർക്ക് വേണ്ടിയിട്ടാണ് അനിൽകുമാറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്? അനിൽകുമാർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ നടത്തിയിട്ടുള്ള പരാമർശം അത് മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾക്കെതിരാണ് എന്ന് ആക്കി തീർത്ത് അനിൽകുമാറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ആ പ്രസ്താവന പിൻവലിപ്പിച്ചത് ഈ സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കലാണ് എന്ന് ഈ നമ്മുടെ ബഹുമാനായിട്ടുള്ള തിരുമേനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ കുറ്റം പറയാൻ സാധിക്കുക? ഈ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടത്തുക, ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവരുടെ വിശുദ്ധ ദിവസം അക്രമം നടത്തി ചെറിയ കുട്ടികളെ അടക്കം വധിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഹമാസ് തീവ്രവാദികളെ ന്യായീകരിച്ചുകൊണ്ട് ഉത്തര കേരളത്തിൽ ഉടനീളം ഹമാസ് അനുകൂല പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള സി പി എമ്മിനെതിരായിട്ട് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വലിയ ആക്ഷേപമുണ്ട് എന്നല്ലേ എന്നിപ്പോൾ തിരുമേനി പറയുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം ആ കൺസോൾട്ടേഷൻ വിജയത്തിലേക്ക് പോയത് നമ്മൾ തൃശ്ശൂരിൽ കണ്ടു. മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായി അത് മാറുന്നു കണ്ടു. ബഹുമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും ഇതേ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അനിൽകുമാർ എന്താ എതിർക്കാത്തത്? നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പുറത്തു വന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമോ? അങ്ങനെ ഇദ്ദേഹത്തിന് സാധിക്കും? ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കേരളത്തിൽ ഉടനീളം ഉയർന്നു വരുന്നൊരു വിമർശനമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, സി പി എമ്മിനകത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പാർട്ടിക്കകത്തും ഭരണത്തിനകത്തും ഗവൺമെന്റിനകത്തും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൽ സി പി എമ്മിന്റെ മറുപടി എന്ന് പറയുന്നത്? സി പി എം നടത്തിയിട്ടുള്ള മുസ്ലിം മത പ്രീണനം, ആ പ്രീണനമാണ് പരാജയത്തിന് കാരണമെന്ന് സി പി എമ്മിനകത്തുള്ളവർ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ചില തിരുമേനിമാർ പറയുന്ന സമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു വലിയ വിദ്വേഷം വെച്ചുകൊണ്ട് മുന വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരുമേനിമാരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരത്തിലുള്ള ആക്ഷേപം നടത്തുന്നത് കേരളത്തിന് യോജിച്ചതല്ല. അത്തരത്തിൽ ആക്ഷേപം ഒരാളും നടത്തരുത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്നയാൾ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ തോതിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഭയ്ക്കകത്ത് വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ അത് പിൻവലിക്കാൻ അനിൽ പോലും തയ്യാറല്ല. അത് പാർട്ടി നിലപാടാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തിരുമേനിയുടെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഈ ആക്ഷേപം അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. നേരത്തെ താമരശ്ശേരി ബിഷപ്പിനെതിരെയും സമാനമായിട്ടുള്ളതോ ഇതിൽ കൂടുതലോ വലിയ ആക്ഷേപം പിണറായി വിജയൻ ചെയ്തതാണെന്നുള്ളത് നമ്മൾ മറക്കരുത്.